വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ NGKയുടെ ഈ കാണുന്ന ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് മാറ്റാൻ പോവുകയാണ്. കുറച്ചധികം നാളെ ഞാൻ തപ്പി നടക്കുന്നു, എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. അവസാനം ഓൾട്ടർനേറ്റീവ് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതാണ് സ്റ്റോക്ക് വരുന്ന സ്പാർക്ക് പ്ലഗ്. NGK തന്നെയാണ്, പക്ഷേ ഇറിഡിയം അല്ല. ഇറിഡിയം വരുമ്പോഴേക്കും CPR 8EA IX9 ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് ആക്കിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ഇട്ടതുകൊണ്ട് പവറിലും മാരകമായ വ്യത്യാസം, ടോപ്പ് എൻഡിലും മാരകമായ വ്യത്യാസം ഇതൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്ക് മെയിൻലി ഫീൽ ചെയ്തത് ബോട്ടം എൻഡ് ഭയങ്കര ഫ്രീ ആയി. ഹോണ്ട CB350 ഓൺ ചെയ്യുന്നവർക്കറിയാം ലോ എൻഡ് ഒരു ഇത്തിരി മോശമാണെന്നുള്ളത്. അതിൽ നിന്ന് ഒരു ഭയങ്കര വ്യത്യാസം വരുന്നല്ല, എന്നാലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. പിന്നെ തോന്നിയത് വണ്ടി കുറേ കൂടി ഒന്ന് സ്മൂത്തറായി. ഹോണ്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇസ് നോൺ ഫോർ റിഫൈൻമെൻറ്റ്. കുറേ കൂടി റിഫൈൻഡ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് മൈലേജിൽ ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. എനിക്ക് സിറ്റിക്കകത്തൊക്കെ സാധാരണ 31, 32 ഒക്കെയാണ് ആവറേജ് കിട്ടാറുള്ളത്. അത് മാറി എനിക്കിപ്പോൾ ഒരു 34, 35 ആണ് എനിക്ക് സിറ്റിയിൽ കിട്ടുന്നത്. അത് ഒരു പ്ലസ് തന്നെയാണ്. ഇറിഡിയം സ്പാർക്ക് പ്ലഗ് മാറിയതിന് ശേഷം ഞാൻ ലോങ് ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് ലോങ്ങിൻ്റെ ഡിഫറൻസ് എനിക്ക് പറയാറായിട്ടില്ല. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, എൻ്റെ ഫ്രണ്ട് അനന്തു, പുള്ളിയും ഒരു CB350 ഹൈനസ് യൂസ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് ഇതേപോലെ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് ഒക്കെ ഇട്ടിട്ട് ടോപ്പ് എൻഡിൽ ഭയങ്കര വ്യത്യാസം വന്നു പറഞ്ഞു. അതായത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കയറി പോകണമെന്നല്ല, അതെനിക്ക് തോന്നി. കാരണം ഞാനും പുള്ളിയും കൂടെ ഒരിക്കലും ഒരു റൈഡ് പോയ സമയത്ത് പുള്ളിനെ എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ വണ്ടിയിൽ എയർ ഫിൽറ്റർ കിടക്കുന്ന BMCയുടെ ആണ്, പുള്ളിയുടെ വണ്ടിയിൽ സ്റ്റോക്ക് ഫിൽറ്റേഴ്സാണ് വരുന്നത്. പക്ഷേ ഞാൻ പുള്ളിനെ എന്ത് ചെയ്തിട്ടും ടോപ്പ് എൻഡിൽ എനിക്ക് പുള്ളിനെ കിട്ടുന്നില്ല. അതായത് ഓൾമോസ്റ്റ് ഒരു 5 to 10 ഫീറ്റ് പുള്ളി എപ്പോഴും ഫ്രണ്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും 5th ഗിയറിലാണ്, ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിനെ എനിക്ക് എന്ത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ആ റൈഡ് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നാണ് അവൻ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സിലോട്ട് സ്വിച്ച് ചെയ്തത്. അപ്പോൾ തൊട്ട് ഈ വ്യത്യാസം ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഞാൻ സ്പാർക്ക് പ്ലഗ്സ് ഇട്ടിട്ട് ഇപ്പോൾ ലോങ് പോയിട്ടില്ല. ഞാൻ 2 വീക്സ് ആയിട്ട് ഫുൾ സിറ്റി റൈഡ് തന്നെയാണ്. സിറ്റി റൈഡ്സിൽ എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് ആണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ CB350 ഓൺ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ കൂടി ആ ഡിഫറൻസ് വണ്ടിയിൽ ഫീൽ ചെയ്യാനുണ്ട്. അത് വണ്ടി ഓടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു 850 to 900 റുപ്പീസ് ഈ ഒരു പ്ലഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഹോണ്ട CB350 ഹൈനസിൽ ഞാനൊരു ഇറിഡിയം സ്പാർക്ക് പ്ലഗിലോട്ട് അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.